إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളും ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന മുഅ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാൻ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന്, അതല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മൾക്കെല്ലാം അനുഭവപ്പെടാറുള്ള ഒരു വസ്തുതയാണ്. ഇത് ശഅബാനായല്ലോ, റമദാനിലേക്ക് ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ എന്ന് ശഅബാൻ 1 നമ്മൾ പറഞ്ഞു. ഇന്ന് ശഅബാൻ 14 അത്രയും വേഗം ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്കുള്ള നമ്മുടെ സഞ്ചാര വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കർമ്മങ്ങളുണ്ടാവാം. നമ്മൾ തീരുമാനിച്ച അത്ര പരിപൂർണതയിലേക്ക് ആ റമദാനിനെ എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കാതിരുന്നിട്ടുണ്ടാവാം. വിചാരിച്ച അത്ര പരിശുദ്ധമായ ഖുർആൻ ഖതമ് തീർക്കാൻ നമ്മൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ടാകാം. ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വസ്തുതകളായി നിലനിൽക്കുന്നുണ്ടാകും. ഇനി അടുത്ത ഒരു റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ, ഒരു വ്യാഴവട്ടം കഴിഞ്ഞാൽ ആ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു ആ റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും നല്ല നാളുകളാണ് അവൻ്റെ ജീവിതത്തിൽ. പലപ്പോഴും ആളുകൾ റമദാനിനെ വരവേൽക്കുക റമദാൻ എത്തുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു തീർത്തുകൊണ്ടാകും. ഇനി ഒരു മാസം ഇന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ആ റമദാനിൽ തിന്നാനും കുടിക്കാനുമുള്ളതൊക്കെ അതിൻ്റെ മുമ്പ് തീർക്കാൻ, റമദാനിൽ ഒരു ഖേദമുണ്ടാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ മുമ്പ് തീർക്കാൻ ശ്രമിക്കുന്ന, ആ രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ, അവൻ്റെ ജീവിതം അവൻ നോക്കിക്കാണുക, ഏറ്റവും നന്നായി ആ റമദാനിന് വേണ്ടി എനിക്ക് എങ്ങനെയാണ് ഒരുങ്ങാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഏറ്റവും മനോഹരമായി ആ റമദാനിനെ എനിക്ക് വരവേൽക്കുവാൻ സാധിക്കണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ശരിയായ അള്ളാഹുവെ പേടിയുള്ള ഒരു മുസ്ലിം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഏതാനും ചില തയ്യാറെടുപ്പുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത്തൗബത്തു സ്വാദിഖ, സത്യസന്ധമായ നിഷ്കളങ്കമായ തൗബയാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ. കാരണം ഏതൊരു സമയത്തെയും ഏതൊരു കാര്യത്തെയും നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക അതിൻ്റെ എല്ലാ ന്യൂനതകളെയും പാളിച്ചകളെയും അടച്ചുകൊണ്ടാണ്. അടുത്തൊരു റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ന്യൂനതകളെ നമ്മൾ അടച്ചുകൊണ്ടായിരിക്കണം ആ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ,
നിങ്ങൾ അള്ളാഹുവിലേക്ക് നസൂഹായ തൗബ കൊണ്ട് ഖേദിച്ചു മടങ്ങണം. എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ? മഹാനായ ഉബയ്യ് ബിൻ കഅബ്, മുആദ് ബിൻ ജബൽ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അതിനെ വിശേഷിപ്പിച്ചു. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അൻ യതൂബ, അവൻ തൗബ ചെയ്യലാണ്. സുമ്മ ലാ യഊദ ഇല ദംബ്, പിന്നീട് ഏതൊരു തെറ്റിൽ നിന്നാണോ അവൻ തൗബ ചെയ്തത് ആ തെറ്റിലേക്ക് അവൻ മടങ്ങാതിരിക്കുക. എങ്ങനെ? കമാ ലാ യഊദുൽ ലബനു ഇല ദറ, അകിടിൽ നിന്ന് ചുരത്തിയ പാല് തിരിച്ച് പശുവിൻ്റെ അകിടിലേക്ക് ഏതൊരു രൂപത്തിൽ പ്രവേശിക്കാതിരിക്കുന്നുവോ അതേപോലെ ആ തൗബയിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് അവൻ തൗബ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു പശുവിൻ്റെ അകിടിൽ നിന്ന് വന്ന പാല് ഒരിക്കലും ആ അകിടിലേക്ക് തിരിച്ചു കയറില്ല. അതേപോലെയുള്ള തൗബയായിരിക്കണം ഒരു തെറ്റിൽ നിന്ന്, ഒരു തിന്മയിൽ നിന്ന് ഒരു വിശ്വാസി, ഒരു മുസ്ലിം നടത്തേണ്ടത് എന്നാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് ഇതുവരെ എനിക്ക് ഉപേക്ഷ വരുത്താൻ സാധിക്കാത്ത വല്ല തിന്മയോ തെറ്റോ അതല്ലെങ്കിൽ അത്ര ഗൗരവമായി ഞാൻ ഗണിച്ചിട്ടില്ലാത്ത ന്യൂനതകളോ ജീവിതത്തിലുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണ്. കാരണം തിന്മ ചെയ്തുകൊണ്ട് റമദാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആ റമദാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവനല്ല എന്നാണ് അർത്ഥം. 3 രൂപത്തിലാണ് ഒരു തൗബയെ ഒരു വിശ്വാസി നോക്കിക്കാണേണ്ടത്: അവൻ്റെ നാവ് കൊണ്ട്, അവൻ്റെ മനസ്സുകൊണ്ട്, അവൻ്റെ അവയവങ്ങൾ കൊണ്ട്. അൽ ഇസ്തിഗ്ഫാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് നിരന്തരം അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം. നാവ് കൊണ്ട് നിരന്തരം അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം. വയന്തമു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് അവൻ ഖേദിക്കണം. ചെയ്ത തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ ഖേദം ആളുകളുടെ മുമ്പിലല്ല, സ്വന്തം മനസ്സിലുണ്ടാകണം. സ്വന്തം മനസ്സിൽ അതുണ്ടാകണം. വയുമസ്സിക ബിൽ ബദൻ, അവൻ്റെ നഫ്സിനെ, അവൻ്റെ ശരീരത്തെ, അവൻ്റെ അവയവങ്ങളെ ആ തിന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുക. ഇങ്ങനെയാണ് ഒരു വിശ്വാസി തൗബയെ നോക്കിക്കാണേണ്ടത്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ, തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൊരുത്തം വാങ്ങിക്കൊണ്ടല്ലാതെ നമ്മളൊരാളും റമദാനിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞാൽ. കാരണം കളങ്കമില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിൻ്റെ റമദാൻ, അള്ളാഹു നമ്മൾക്ക് നൽകിയ ആ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. തൗബ ചെയ്ത് ഇതുവരെയുള്ളതെല്ലാം ക്ലിയറാക്കി വേണം ആ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ശഅബാൻ 28 രാവിൽ നമ്മൾ മരിച്ചു പോയാൽ റമദാനിലേക്ക് ഒരു മാസപ്പിറവിയുടെ ദൂരമേ നമ്മൾക്കുള്ളൂ. ആ റമദാനിലേക്ക് എത്താതെ നമ്മൾ മരണപ്പെട്ടു പോകും. 6 മാസം മുൻപേ സ്വഹാബാക്കളും സലഫു സാലിഹീങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, റബ്ബേ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ, റമദാനിന് സാക്ഷികളാകാൻ ഞങ്ങൾക്ക് റബ്ബേ നീ തൗഫീഖ് നൽകണേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 6 മാസം മുന്നേ ആ പ്രാർത്ഥന അവർ ആരംഭിക്കാറുണ്ടായിരുന്നു. അല്ലേ? ഒരു റമദാൻ കഴിഞ്ഞാൽ സ്വഹാബാക്കളുടെ ആദ്യത്തെ 6 മാസം ആ റമദാനിൽ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ 6 മാസം ഇനി അടുത്ത റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന പ്രാർത്ഥനയായിരിക്കും അവരിൽ ഉണ്ടാകുക. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ കേൾക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അല്ലേ? അള്ളാഹുവേ, ഞങ്ങൾ റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് ബല്ലിഗ്നാ റമദാൻ, ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ ബാരിക്നാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. അല്ലേ? നമ്മളൊക്കെ കേൾക്കുന്നതും നമ്മുടെ വാട്സപ്പിലൊക്കെ വരുന്നതുമായ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചിട്ട് അള്ളാഹിനോട് ഞങ്ങൾക്ക് നീ റമദാനിലേക്ക് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല. ഈ പ്രാർത്ഥന ഇങ്ങനെ തന്നെ നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നിയ്യത്ത് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് എന്നാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. എന്ന് വെച്ച് അള്ളാഹുവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, റബ്ബേ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ, ആ റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കുന്ന അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ, ആ റമദാനിൽ സാക്ഷികളാകാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക ആ റമദാനിലേക്ക് എത്തിക്കാൻ. കാരണം നമ്മളൊരു കാര്യത്തെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ കാര്യത്തോട് നമ്മൾക്ക് ആഗ്രഹവും ഇഷ്ടവും താല്പര്യവും ഉള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രയാസം മാറാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്. പരീക്ഷയുടെ തലേന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് ആ പരീക്ഷ വിജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതേപോലെ ആ റമദാന് കിട്ടാനുള്ള ആഗ്രഹമുള്ള ഒരു വിശ്വാസിയാണോ അവൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, പക്ഷേ റമദാൻ എത്തുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയി. അവൻ ആ റമദാനിൽ സാക്ഷിയായവൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. റമദാനിൽ അവൻ സാക്ഷിയായതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും.
അതുകൊണ്ട് നമ്മൾ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ ആ റമദാനിന് സാക്ഷികളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അല്ലേ? റമദാൻ എടുക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം. ഞാനിതാ മഹത്തായ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. ഖുൽ ബി ഫളില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതാണ്, അള്ളാഹിൻ്റെ ഫളില്, അള്ളാഹിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളിലേക്ക് വന്നാൽ അതുകൊണ്ട് നിങ്ങളെ സന്തോഷിക്കുക എന്നാണ്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ റഹ്മത്താണ്, അള്ളാഹിൻ്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു നൽകിയ ഫളിലാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റമദാൻ മാസം വരുന്നതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ അടയാളമാണ്. കാരണം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും ആ മാസത്തിൽ അള്ളാഹ് തുറന്നു വെക്കും. നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ അടക്കും. ഇബ്ലീസുകളുടെ, പിശാചുക്കളുടെ നേതാക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ദികളാക്കും. ആ മാസത്തെ തൗബയുടെ മാസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായ പരിശുദ്ധമായ ഖുർആൻ ആ മാസത്തിൽ അവതരിപ്പിച്ചു. ആ ഖുർആൻ അവതരിപ്പിച്ച രാവിനെ 1000 മാസത്തിന്റെ ശ്രേഷ്ഠത അള്ളാഹു നൽകി. ഇത്രയും വിശാലമായ ശ്രേഷ്ഠതയും ഔദാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ആ ഔദാര്യവും ശ്രേഷ്ഠതയും വിശാലതയും കാരുണ്യവുമുള്ള ആ മാസത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. 2-3 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് ബാപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അധികം സന്തോഷം ഒരു വിശ്വാസിയുടെ മനസ്സിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ആലോചിച്ചാൽ ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴേ അവൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, ഈമാനിൻ്റെ കണികയുണ്ട് എന്ന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം, ആത്മാർത്ഥമായി നമ്മൾ സന്തോഷിക്കുക. സന്തോഷം വരുന്നില്ലേ, നമ്മൾ ആലോചിക്കുക, എൻ്റെ വിശ്വാസത്തിൽ എന്തോ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. റമദാൻ അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 100,000 ആശങ്കകളാണ് വരുന്നത്. വേനലാണ്, ചൂടാണ്, എന്താ ചെയ്യുക, പ്രയാസമാണ്, എന്താക്കും, വെള്ളം ഉണ്ടാവുമോ, അല്ലെ ബുദ്ധിമുട്ടായിരിക്കും നോമ്പ്, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് പോലും എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള അവസരമല്ലേ, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യമല്ലേ എന്നാലോചിച്ച് അവൻ്റെ മനസ്സിൽ സന്തോഷം വരുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞ ആ സന്തോഷം വരുന്ന, ആ ആഹ്ലാദം വരുന്ന ഈമാനിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ സന്തോഷിക്കുക. ഇതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഔദാര്യത്തിലേക്ക് എത്തുമ്പോൾ. നാലാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് വല്ല നോമ്പോ കഴിഞ്ഞ റമദാനിൽ നോറ്റ് വീട്ടാൻ ബാക്കി ഉണ്ടായിരുന്ന വല്ല നോമ്പ് അസുഖം കാരണം അല്ലെങ്കിൽ യാത്ര കാരണം സ്ത്രീകളാണെങ്കിൽ തീർച്ചയായും ഉണ്ടാകും. അതൊക്കെ ആലോചിച്ച് കണക്ക് കൂട്ടി നോക്കി ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ വിശകലനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് തീർക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിഞ്ഞിരുന്നില്ല, അവസാനം ഷഅബാൻ മാസം എത്തിയപ്പോഴല്ലാതെ ഞാനത് നോറ്റ് വീട്ടിയിട്ടില്ല. അപ്പോൾ ഷഅബാൻ എത്തിയപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞ റമദാനിലെ മുഴുവൻ നോമ്പുകളും നോറ്റ് വീട്ടിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മൾക്ക് ബാക്കിയുള്ളത് നമ്മൾ നോറ്റ് വീട്ടണം. ആ നോറ്റ് വീട്ടിക്കൊണ്ടാണ് നമ്മുടെ ദിമ്മത്ത്, ആ ദിമ്മത്ത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. അതിൽ നിന്ന് നമ്മൾ ബറാഅത്ത് നേടണം. എങ്കിലേ അടുത്ത റമദാനിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലേ? മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണുവാൻ സാധിക്കും, കഴിഞ്ഞ റമദാനിലെ ബാധ്യതകൾ തീർക്കാതെ ഒരാളും അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ബാധ്യതകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആലോചിച്ച് കണക്ക് കൂട്ടി അതിൽ നിന്നൊക്കെ നമ്മൾ പരിപൂർണ്ണ മുക്തി നേടുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, റമദാനാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. റമദാനിൽ ഒരുപാട് വിധികളുണ്ടാകാം, അല്ലേ? വ്യത്യസ്തങ്ങളായ വിധികൾ, അല്ലേ? എപ്പോൾ നോമ്പ് നോൽക്കണം, നോമ്പ് എപ്പോൾ മുറിക്കണം, ഇനി റമദാൻ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റമദാൻ മാസത്തേക്കുണ്ട്. തൊലബിൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് നേടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അവൻ ലറൂറിയായി അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാം അവൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ റമദാൻ വരുന്നതിന് മുമ്പ്, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഏകദേശം 11 മാസമായി. ആ റമദാൻ കഴിഞ്ഞതോടുകൂടി റമദാനിൻ്റെ വിധികളും വിലക്കുകളും അതിലെ പ്രാർത്ഥനകളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കുക. അത് പഠിക്കാനുള്ള സാഹചര്യങ്ങളും വേദികളും ഉണ്ടാകുമ്പോൾ അതിലേക്ക് പോവുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയറാക്കി ഉറപ്പുവരുത്തി അങ്ങനെ ആ റമദാനിലെ സ്വീകരിക്കണം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തെല്ലാ അറിവും ഉള്ള ആളാകണമെന്നില്ല, പക്ഷേ അവൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പരിപൂർണമായ അറിവുള്ളവനാകണം. എല്ലാം അറിയണമെന്നില്ല, പക്ഷെ അവൻ അറിയേണ്ടതായ കാര്യങ്ങൾ മുഴുവനും അവൻ അറിവുള്ളവർ. അവൻ ചെയ്യുന്ന കാര്യത്തിൽ അവന് പൂർണ്ണമായ ബോധ്യമുള്ളവനായിരിക്കും. അവൻ കച്ചവടം ചെയ്യണോ,
അല്ലേ? ആ കച്ചവടത്തിനെ കുറിച്ചുള്ള A to Z മതപരമായ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. അതിന് ഏത് മേഖലയിൽ പോകുകയാണെങ്കിൽ അതിപ്പോൾ നോമ്പാകുമ്പോഴോ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ നിബന്ധന ഒന്നുകൂടെ ശക്തമാവും. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പനുഷ്ഠിക്കുക, റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഉണർത്തുക. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ അവസ്ഥക്കനുസരിച്ച്, അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്കും റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ നൽകണം, അല്ലേ? ചെറിയ മക്കളാണെങ്കിൽ റമദാൻ മാസത്തെ എത്തുന്നതിന് മുമ്പേ അല്ലേ അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ഒരു ആവേശം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അല്ലേ? ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ എത്തുമ്പോഴേക്ക് ആ കുട്ടി ഒരു വയസ്സ് വലുതായിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ നോമ്പിനെ അല്ലേ 10 നോമ്പ് ഞാൻ നോറ്റു ഉപ്പ എന്ന് പറയുമ്പോൾ അടുത്ത നോമ്പാകുമ്പോൾ നമുക്ക് 20 നോക്കണം എന്ന് പറയണം, അല്ലേ? ആദ്യം തന്നെ എന്താ പറയുക, ചൂടാണ്, വെയിലാണ്, നോമ്പൊന്നും നോക്കണ്ട. ആ കുട്ടി ചിലപ്പോൾ ആഗ്രഹത്തോടെ സുബൈക്ക് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അത്താഴം കഴിക്കാൻ നമ്മളെ കൂടെ എഴുന്നേറ്റുണ്ടാവും. എന്നാലും നോമ്പ് നോക്കാൻ സമ്മതിക്കില്ല. നോമ്പ് നോറ്റോട്ടെ, അവൻ ആവുന്നിടത്തോളം സമയം നോറ്റോട്ടെ, അത് കഴിഞ്ഞിട്ട് അവൻ മുറിച്ചോട്ടെ, പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതിൻ്റെ മുമ്പേ അല്ലേ നമ്മളിപ്പോൾ പറയുന്ന നോമ്പ് നോക്കണ്ട, അല്ലേ? പക്ഷേ ഈ സമയം മുതലേ അതിൻ്റെ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ വിട്ടുകൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, ആവേശം കൊടുക്കണം. അതേപോലെ തന്നെ നോമ്പ് മാസമാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എക്സാമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയായിക്കോട്ടെ, ആ പരീക്ഷയിൽ ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാനെ മറന്നിട്ട് അതിന് നിന്നാൽ ആ ബർക്കത്ത് കിട്ടൂല. മക്കൾക്ക് നോമ്പ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും മാതാപിതാക്കൾ എന്ത് പറയും, നോക്കണ്ട, ക്ഷീണം വരുത്താവും, അല്ലെ? ഉച്ചക്കേശാണ് ചില എക്സാമുകളൊക്കെ. എന്നുവെച്ചാൽ നമ്മൾ നോമ്പ് അവർ നോൽക്കാൻ തയ്യാറാണെങ്കിലും നമ്മൾ നിരുത്സാഹപ്പെടുത്തും, അവർക്കും നരകം വാങ്ങിക്കൊടുക്കും, നമ്മളും സ്വയം നരകം വാങ്ങും, അല്ലേ? അതുകൊണ്ട് അതിന് പ്രതിവിധി എന്തുണ്ടോ അത് ആലോചിക്കുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, കാടടിച്ച് വെടിവെക്കുന്നൊരു സ്വഭാവം ഉണ്ടാവരുത്. മക്കളെ, അതേപോലെ തന്നെ ഭാര്യമാരെ, മാതാപിതാക്കളെ, വീട്ടിൽ പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാവും. പക്ഷേ എന്നാലും അവർക്ക് നോമ്പ് നോക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിൽ, അവർക്ക് ആ താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, നിരുത്സാഹപ്പെടുത്താനും പാടില്ല. അപ്പം അങ്ങനെ ഒരു പ്രോത്സാഹനം നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും അത് നമ്മൾ എന്ത് ചെയ്യുക, പകർന്നു കൊടുക്കുക. ഈ രൂപത്തിൽ റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ശരിയായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നന്മകളിൽ മുന്നേറുന്ന, നന്മകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മുഅ്മിനുകളിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ രണ്ടാമതായും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൽ 2 തരം കാര്യങ്ങളാണുള്ളത്. ഒന്ന് ആരാധനാപരമായ കാര്യങ്ങൾ, 2 ആരാധനാപരമല്ലാത്ത മറ്റു വ്യവഹാരങ്ങൾ, ദുനിയവിയായ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, മറ്റു സംഗതികളൊക്കെ. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഹറാമാണ് എന്നതാണ്. ഇസ്ലാമിൽ നിസ്കാരം ഹറാമാണ്, നോമ്പ് ഹറാമാണ്, സക്കാത്ത് ഹറാമാണ്, എല്ലാ കർമ്മങ്ങളും ഇസ്ലാമിൽ ഹറാമാണ്. ഇനി അത് അനുവദനീയമാകണമെങ്കിൽ അള്ളാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇല്ലാത്ത ഒന്നും ഇസ്ലാമിൽ ദീനല്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫദ്ദലീലു അലൽ മുദ്ദഇ, തെളിവ് വാദിക്കുന്നവൻ കൊണ്ടുവരണം. ഇസ്ലാമിൽ 5 നേരം നിസ്കാരം ഉണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ 5 നേരം നിസ്കാരത്തിന് തെളിവ് അവൻ ഹാജരാക്കണം. ഇസ്ലാമിൽ ഒരു നോമ്പുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന് ഖുർആനിൽ നിന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട അധ്യാപനത്തിലോ അതിനൊരു തെളിവ് വേണം. ഇല്ലാത്ത ഒന്നും ദീനിൽ തെളിവല്ല. അയ്യാമുൽ ബീദ് എല്ലാ മാസവും 13, 14, 15 നോക്കേണ്ട നോമ്പാണ്. ആ നോമ്പിന് പ്രവാചകന്റെ അധ്യാപനത്തിൽ തെളിവുണ്ട്. മുഹറം മാസത്തിലെ 9ഉം 10ഉം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ സ്ഥിരപ്പെട്ട ഹദീസിൽ അതിന് തെളിവുണ്ട്. അങ്ങനെ ഇസ്ലാമിലെ ഏതും നമ്മൾ പറയുന്ന എല്ലാത്തിനും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒന്നുകിൽ ആയത്തോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസോ ഉണ്ട്. എന്നാൽ അതില്ലാത്ത ഒരു കർമ്മം, അല്ലേ, ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ പലരും ആചരിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണ് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്.
ഇത് പറയുന്ന ഒരാളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി മുഹദ്ദിസുകൾ ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകാര്യയോഗ്യമാകാൻ ഇന്ന നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ നിബന്ധനകളോടൊക്കെ ഒത്തുവന്ന ഒരു ഹദീസാണോ ബറാത്ത് നോമ്പിന് അവർ തെളിവായി പറയുന്നത്? നമുക്ക് അനുഷ്ഠിക്കാം. ഇല്ലെങ്കിലോ അത് നോമ്പല്ല, അത് ദീനല്ല. എന്തേ കാരണം? ഇസ്ലാമിലൊരു ആരാധനാ കർമ്മം ഹറാമാണ്, നിഷിദ്ധമാണ്. അത് ഹലാലാവണമെങ്കിൽ, അനുവദനീയമാകണമെങ്കിൽ, അത് നിർബന്ധമാകണമെങ്കിൽ, സുന്നത്താകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അതിൽ നിർബന്ധമാണ്. എല്ലാം അങ്ങനെയാണ് അല്ലേ? മിഅ്റാജ് നോമ്പ് എന്ന് തുടങ്ങി ഇസ്ലാമിൻ്റെ പേരിൽ ആചരിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് പോയി ബറാത്ത് നോമ്പ് നോറ്റില്ല, നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ് എന്തേ ബറാത്ത് നോമ്പ് അനുഷ്ഠിക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അള്ളാഹിനോട് പറയാം എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനിൽ നിന്ന് ബറാത്ത് നോമ്പ് നോറ്റതായിട്ടോ പ്രവാചകൻ നോക്കാൻ കൽപ്പിച്ചതായിട്ടോ സ്ഥിരപ്പെട്ടൊരു ഹദീസും അള്ളാഹുവേ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അനുഷ്ഠിച്ചിട്ടില്ല. ഇനി നമ്മൾ നോറ്റുപോയി, അള്ളാഹു ചോദിക്കുകയാണ് എന്തിനാ നീ ബറാത്ത് നോമ്പ് നോറ്റത്? ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഞാൻ അയച്ച പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ നമുക്കൊരു ഉത്തരം പറയാൻ നമുക്കുണ്ടാവില്ല. അപ്പോൾ അതാണ് എന്ത്? ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ബേസ് എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ട് നമ്മളെല്ലാത്തിനെയും നമ്മൾ അളന്നാൽ നമുക്ക് ബിദ്അത്തുകളും സുന്നത്തും വേഗം മനസ്സിലാവും. ഇസ്ലാമിലെ ആചാരവും ഇസ്ലാമിലെ പുത്തൻ ആചാരവും വേഗം നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നേരെ തിരിച്ച് മറ്റു വ്യവഹാരങ്ങളാണെങ്കിലോ എല്ലാം അനുവദനീയമാണ്. നമുക്കെല്ലാ ഭക്ഷണവും കഴിക്കാം, നമുക്ക് ഏത് വസ്ത്രവും ധരിക്കാം, നമുക്ക് എങ്ങനെയും നടക്കാം, എങ്ങനെയും പെരുമാറാം. ഒരാൾ പറയാണ് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനവൻ തെളിവ് കൊണ്ടുവരണം. ഇസ്ലാമിൽ മുആമലാത്തുകളൊക്കെ അനുവദനീയമാണ്, പക്ഷേ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് തെളിവ് വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്നല്ല പറഞ്ഞത്, ഇന്നതൊക്കെ കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ രൂപത്തിൽ പെരുമാറരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ നിസ്കാരത്തിൻ്റെതോ അഖിമിസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം, ഇന്ന നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണം, ഇന്ന നിസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണം, ഇന്ന ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. മറ്റേതോ ഇത് ചെയ്യരുത്, അത് ധരിക്കരുത്, ഇത് കുടിക്കരുത്, അത് തിന്നരുത്. അതാണ് വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് പൂർണ്ണമായി നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം വാട്സപ്പിൽ ഒരാൾ അയച്ചു തന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അത് കണ്ടു, ഇന്ന ഫദില് കണ്ടു എന്നത് നമ്മൾക്ക് എന്തല്ല, ദീനെ ആചരിക്കാനുള്ള തെളിവല്ല. അത് നമ്മൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്കൊരു ഉറച്ച ബോധ്യം നമ്മൾക്കുണ്ടാവുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാര്യം പറഞ്ഞു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു എന്ത്? ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ ഞാൻ നിന്റെ തലവെട്ടും. പറഞ്ഞതൊരു ചെറിയ സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ചതാണ്. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇതുവരെ ആ കാര്യം കേട്ടിട്ടില്ല. പക്ഷേ ആ സ്വഹാബി പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അത് നിരാകരിച്ചില്ല. ഇത് ഇസ്ലാമിലുള്ളതാണോ എന്ന് ഞാൻ നോക്കും, ഇല്ലാത്തതാണെങ്കിൽ നിൻ്റെ തല ഞാൻ വെട്ടും. നേരെ മറ്റു സ്വഹാബികളുടെ അടുക്കലേക്ക് പോയി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താണ് ഉമറേ, ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്ന സുന്നത്തല്ലേ, എന്തേ നിനക്കതറിയാതെ പോയി എന്ന് പറഞ്ഞു. കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇത് കേട്ടിട്ടില്ല. അത് കേട്ട മാത്രയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അത് സ്വീകരിച്ചു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദീനിൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കണമെങ്കിൽ അത് നമ്മൾ പഠിച്ച് നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ അടിസ്ഥാനത്തിൽ നിന്നത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് അവലംബിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. രണ്ട്, അങ്ങനെ ഒരു സുന്നത്തോ ഒരു ആചാരമോ നമ്മൾ പഠിച്ചാൽ, അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ ദീനിനെ നമ്മൾ കാണുക, ഈ രൂപത്തിൽ ദീനിനെ നമ്മൾ ആചരിക്കുക. അങ്ങനെ ശരിയായ വിശ്വാസത്തിലൂന്നി ശരിയായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹു ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്ന മുത്തക്കികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും റബ്ബ് നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നന്മകൾ ചെയ്യാൻ ആവേശമുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു ശിഫ അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹ് തുറവി നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.